എന്നൊരു കാടൻ വന്നിട്ട് ശ്രീബുദ്ധനോട് പറയുകയാണ്, നീ കുള്ളനാ, നീ ഇവിടുത്തെ മരമൊക്കെ വെട്ടിക്കടത്തുന്നവനല്ലേ, 100 തെറി. മരങ്ങൾ രഹസ്യമായി കടത്തപ്പോൾ ശ്രീബുദ്ധൻ ഓർത്ത് എന്തിനാ എന്നോട് ഇതൊക്കെ പറയുന്നത്. കുറേ നേരം ശ്രീബുദ്ധൻ ഈ ചീത്തയൊക്കെ കേട്ടിരുന്നിട്ട് ചോദിച്ചു, സഹോദരൻ എനിക്കൊരു സമ്മാനം തന്നു, ഞാൻ ആ സമ്മാനം വാങ്ങിയില്ലെങ്കിൽ ആ സമ്മാനം ആരുടെയാ, ശ്രീബുദ്ധൻ്റെ ആണോ അതോ തന്നയാളുടെ ആണോ? അപ്പോൾ അയാൾ പറഞ്ഞു ശ്രീബുദ്ധൻ മേടിച്ചിട്ടില്ലെങ്കിൽ തന്നയാളുടെ തന്നെയാണ്. അപ്പോൾ ശ്രീബുദ്ധൻ പറഞ്ഞു, നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ സ്വീകരിച്ചിട്ടില്ല, അപ്പോൾ ഇതൊക്കെ നിൻ്റെയാണ്. എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം ഇത് അവതരിപ്പിച്ചത്. നമുക്ക് അധികാരമുണ്ട്, മറ്റേതൊരു വകുപ്പിലുള്ളതിനേക്കാളും കൂടുതൽ അധികാരങ്ങൾ നമുക്ക് നിയമം തന്നിരിക്കുന്നു, ഗവൺമെൻറ് തന്നിരിക്കുന്നു. പക്ഷെ ഇതൊക്കെ സ്വന്തം പേരുണ്ടാക്കാനും സ്വന്തം സൗഭാഗ്യം ഉണ്ടാക്കാനും സ്വന്തം സുഖത്തിനും സന്തോഷത്തിനും മാത്രമുള്ളതല്ല, ഇത് ജനനന്മയ്ക്ക് കൊടുക്കാനുള്ളതാണ്. പക്ഷെ അവിടെയാണ് പറ്റുന്നത്. അടുത്ത കാലത്ത് ഒരാൾ എന്നോട് പറയുകയാണ്, ഏറ്റവും കൂടുതൽ മനോരോഗികളുള്ള വകുപ്പ് ഏതാണ്? അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് വലിയ വകുപ്പുകളൊന്നും അറിയത്തില്ല. അപ്പോൾ ഈ മനോരോഗം എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിച്ചത്? ഈ പറയുന്ന പോലെ പിച്ചും പേയും പറഞ്ഞ് താടിയും വളർത്തി നടക്കുന്നതല്ല. ചിന്താഗതിയിലെ മനോരോഗം, ഒരു അപജയം. അതായത് ഒരു കാര്യം കാണുമ്പോൾ അതിനെ ബാലൻസ്ഡ് വ്യൂ ആയിട്ട് കാണാൻ കഴിയുന്നില്ല. എല്ലാം നമ്മുടെ ഭാഗത്തുനിന്ന് മാത്രം നോക്കുന്നു. ഞാൻ മാത്രം ശരി, മറ്റുള്ളവരെല്ലാം തെറ്റ്. ചിലപ്പോൾ അത് ശരിയാകാം, പക്ഷെ അതിനെ തിരുത്തേണ്ടത് എങ്ങനെയാണ്? നമുക്കെല്ലാം അറിയാം, എല്ലാ സംവിധാനത്തിലും കുഴപ്പങ്ങളുണ്ട്. കുഴപ്പങ്ങളില്ലാത്തൊരു സംവിധാനം നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണിക്കാൻ പറ്റുമോ? അവരുടെ കുടുംബങ്ങളിൽ കുഴപ്പമുണ്ട്. അപ്പോൾ ഇത്രയും ഇങ്ങനെയൊക്കെ പറയുന്നവരുടെ കുടുംബ പശ്ചാത്തലം നോക്കുമ്പോൾ തന്നെ അവിടെയും പ്രശ്നമാണ്. അപ്പോൾ ഈ മനോരോഗം എന്ന് പറയുന്നത് ഒരവസ്ഥയാണ്. അതിൻ്റെ വലിയൊരു ഒരു വിഭ്രാന്തിയാണ് ഈ ഭ്രാന്ത് എന്നൊക്കെ പറയുന്നത്. പക്ഷേ ആ രീതിയിലേക്ക് പോകുന്നതല്ലാതെ നമുക്ക് അത്തരത്തിലുള്ള ഡീവിയൻ്റ് ആയിട്ടുള്ള ബിഹേവിയറിന് ഇവിടെ സ്ഥാനമില്ല. കാരണം ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് പ്രശ്നങ്ങളില്ലാതെ ബാലൻസ്ഡ് ആയിട്ടൊരു ഉദ്യോഗസ്ഥൻ പെരുമാറണം. ഉദാഹരണത്തിന് ഞാൻ ഇവിടുത്തെ SI മനോജ് ഇവിടെ ഉണ്ടോ? ഇല്ല. മനോജ് ചാർജ് എടുത്തപാടെ തീരുമാനിക്കുകയാണ് ഇവിടെ മുഴുവൻ അടിച്ച് തകർത്ത് കളയാം. പുള്ളി അങ്ങോട്ട് ടൗണിലേക്ക് ഇറക്കി നോക്കിയപ്പോൾ അവിടെ ഒരു ആറുണ്ട്, തോളം. ഞാൻ ഇനി വന്നപ്പോൾ കണ്ട് കുളം കഴുകാൻ നമ്മുടെ പണിയല്ല, ഇപ്പോൾ എല്ലാവരുടെയും പണിയാണല്ലോ, വേറെ വകുപ്പുകളിൽ കയറി കൈയിട്ട് പേരെടുക്കുക. അതാണ് ഇപ്പോൾ വേറൊരു സ്റ്റൈല്. കുളം തിന്നാൻ വേണ്ടി വെക്കുന്നു, ഉടനെ പത്രക്കാർ ക്യാമറ ഒരു വെരി ഗുഡ് SI. പിറ്റേ ദിവസം അവൻ ഓട്ടോറിക്ഷക്കാരെല്ലാം അടിച്ചു മാറ്റുന്നു, യൂണിഫോം ഉണ്ടോടാ എല്ലാം എടുത്ത് മാറ്റുന്നു, അത് മാറ്റുന്നു, കംപ്ലീറ്റ്. അപ്പോൾ ജനം കൈയടിക്കുന്നു. പോസിബിളാണ്. പക്ഷേ ഇങ്ങനെ ചെയ്യുന്നത് വഴി പലവൻ്റെയും കുടുംബ ആധാരമാകുന്നു. വഴിക്കച്ചവടക്കാരന് പണിയില്ല, അവന് ഓൾട്ടർനേറ്റീവ് കാര്യങ്ങൾ ചെയ്യാൻ സമയമില്ല. ഓട്ടോറിക്ഷക്കാരന് ഓട്ടോ ഇല്ല, അവനോട് അകത്ത് പോയി കിടക്കാം, പാർക്കിംഗ് സ്ഥലത്ത് കിടക്കണം എന്ന് പറഞ്ഞ് രക്ഷയില്ല. അപ്പോൾ പെട്ടെന്ന് റവല്യൂഷണറി ആയിട്ടൊരു മാറ്റം വരുത്തുമ്പോൾ അത് ചെയ്യുന്ന ആൾക്കാരുടെ പേർക്ക് കയ്യടി കിട്ടും. മാധ്യമങ്ങൾ എഴുതും, അത് സത്യമാണെന്ന് ജനങ്ങൾ കരുതും. മലയാളിയുടെ ഒരു മനസ്സും അങ്ങനെയാണല്ലോ. ആർക്കെങ്കിലും ഒരു ഉപദ്രവം ഉണ്ടായാൽ അപ്പോൾ സന്തോഷമാണ് അല്ലേ? മറ്റൊരാൾക്കൊരു ഉപദ്രവം ഉണ്ടായാൽ എല്ലാ മുതലാളിയും മോശക്കാരനും എല്ലാ തൊഴിലാളിയും നല്ലവരും, എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും നല്ലതും എല്ലാ സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളും ദൂഷ്യവും. അപ്പോൾ ഈ ചിന്താഗതി എങ്ങനെ വളർന്നു പോകുന്നു? അപ്പോൾ ഇതിൽ നിന്ന് സംഭവിക്കുന്നത് എന്താണ്? പെട്ടെന്ന് ഇങ്ങനെ എടുക്കുമ്പോൾ ഈ ഉദ്യോഗസ്ഥൻ പോപ്പുലറാവും. മനോജ് പോപ്പുലറായി. പിന്നെ മനോജിനെ തൊടാൻ പറ്റത്തില്ല. തൊട്ടാൽ എന്നാ പറ്റും? എല്ലാവരും എഴുതും, എന്നാ കണ്ടോ ഗവൺമെൻറ് മറ്റതാ. ഗവൺമെൻറ്റിനെ ഫിക്സിങ്ങിനാക്കും, ഗവൺമെൻറ് ഡിഫിക്കൽട്ടാവും. പോസ്റ്റിങ് കിട്ടാൻ നേരത്ത് മനോജിനെ കൃത്യമായിട്ട് പറയുന്നതല്ല, എല്ലായിടത്തും പോയി കണ്ടുപിടിച്ചൊക്കെയാണ് വന്ന് ഇരുന്ന് കഴിഞ്ഞ് സ്ക്രിപ്പായി കഴിയുമ്പോൾ സ്വഭാവം മാറും. ഇത് ശരിയാണോ? നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെ അധികാരം നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള അധികാരമല്ല. ഇത് ആ കസേരയുടെ അധികാരമാണ്, ആ കസേരയുടെ മാന്യതയാണ്. ആ കസേരയിൽ നമുക്ക് ശേഷം ഭൂകമ്പം എന്ന് കരുതുന്നാൽ അത് തെറ്റാ. കാരണം ഇതൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വ്യക്തികൾ വരും, വ്യക്തികൾ പോകും. അതൊരു പ്രസ്ഥാനമായി തുടരണം. ഇങ്ങനെ പെട്ടെന്നുള്ള റെവല്യൂഷനുകൾ സംഭവിക്കുന്നത് അത് ആ വ്യക്തി പോകുന്നതോടുകൂടി അപ്രത്യക്ഷമാകുന്നു. തന്നെയല്ല, അതിന് ശേഷം വരുന്നവരെ അല്ലെ അതിന് മുമ്പുള്ളവരെ അപകീർത്തിപ്പെടുത്തുന്നു. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. കേരള പോലീസ് സേന എന്ന് പറയുന്നത് ഒരു സമൂഹമാണ്, ഒരു ഗ്രൂപ്പാണ്, ഒരു വ്യക്തിയല്ല. നമ്മൾ കണ്ടിട്ടുണ്ട്, നമുക്ക് ഒരു ഫുട്ബോൾ കളിക്ക് നമ്മളെ റെഫറി ആയിട്ട് വിളിച്ചു. ഫുട്ബോൾ കളിക്ക് റെഫറി ആയിട്ട് വിളിച്ചാലല്ലേ ഇടയ്ക്കിടയ്ക്ക് ഫൗൾ വിളിക്കാൻ പറ്റുള്ളൂ, കാർഡ് പൊക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മളെ റെഫറി ആയിട്ട് വിളിച്ചപ്പം കാണുന്നിടത്തൊക്കെ കാർഡ് പൊക്കുക. അടുത്ത പ്രാവശ്യം എന്ത് പറ്റി? റെഫറിയെ വിളിക്കത്തില്ല. കാര്യം ചുമ്മാ കാർഡ് പൊക്കി കഴിഞ്ഞാൽ ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കത്തില്ല, നല്ലവണ്ണം കളി നടക്കത്തില്ല. അപ്പോൾ ഗാലറിക്ക് വേണ്ടി കാർഡ് പൊക്കിയാൽ നടക്കില്ല. നമ്മൾ ഓർക്കേണ്ടത് ഇവിടെയാണ് മാനസികമായ സന്തുലിതാവസ്ഥയുടെ ആവശ്യം.
നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ? നമുക്ക് അനിയന്ത്രിതമായി, അനന്തമായി, ഭയങ്കരമായി, കോൺസെൻട്രേറ്റഡായി തന്നിട്ടുള്ള അധികാരങ്ങൾ നമ്മൾ ബാലൻസ്ഡ് ആയിട്ടാണോ ഉപയോഗിക്കുന്നത്? അതോ കൈയടിക്കും പേരെടുത്തിനും പത്രങ്ങളിൽ വരാനും വേണ്ടിയുള്ള ഒരു മാർഗമായിട്ടാണോ ഉപയോഗിക്കുന്നത്? അതുമൂലം ഗവൺമെൻറ്റിനെ ഡിഫിക്കൽട്ടിയിലാക്കാനാണോ ഉപയോഗിക്കുന്നത്? അപ്പോൾ നമുക്ക് വേണ്ടത് ബാലൻസ്ഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥനാണ്, ബാലൻസ്ഡ് ആയിട്ടുള്ള പോലീസിംഗ് ആണ്. അതാണ് സമൂഹവും ഇവിടുത്തെ ജനങ്ങളും പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു മാറ്റത്തിൻ്റെ ഒരു 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 ചിന്തയും കൂടി ഈ പ്രതിനിധി സമ്മേളനത്തിൽ നിങ്ങൾ ആലോചിക്കേണ്ടതാണ്. പണ്ട് കാലത്തെ പോലെ പോലീസ് മേധാവിയും സാധാരണ സിവിൽ ഓഫീസറും സത്യത്തിൽ ഒരേ രീതിയിൽ തന്നെ പോലീസിൻ്റെ അന്തസ്സിനും യശസ് വർദ്ധിപ്പിക്കുന്നതിനും ഭാഗമാണ്. ഒരു പോലീസുകാരനോ അല്ലെങ്കിൽ ഒരു സിവിൽ പോലീസ് ഓഫീസർക്കുള്ള അതേ അധികാരങ്ങൾ തന്നെയാണ് ഒരു പരിധിവരെ ഇവിടുത്തെ പോലീസ് മേധാവിക്ക് വരെ ഉള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അന്തരീക്ഷത്തിൽ ഒരാൾ ചെയ്യുന്നത്, ഇപ്പം നമ്മൾ പറയാണ് ഇവിടുത്തെ പോലീസുകാരെല്ലാം കള്ളന്മാരാണ്, അല്ലെങ്കിൽ പറയുന്നത് നമ്മളിൽ 10% പേര് നമ്മുടെ SIമാരിൽ മോശക്കാരാ. എങ്ങനെ ഈ 10%, 5% കണ്ടെത്തുന്നത് എനിക്കറിയില്ല. അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണ്? ജനങ്ങളുടെ ഇടയിൽ നമ്മൾ തന്നെ അവകാശരാകും. ഇതിനൊന്നും ഒരു അളവുകോളില്ല. കഷായം ഉണ്ടാക്കുന്ന പോലെ എങ്ങനെയാ ഇങ്ങനെ അളവുകോടില്ല. എന്തിനാ ഇപ്പോഴത്തെ ഒരു പുതിയ പരിപാടി? പണ്ടൊക്കെ റിട്ടയർമെൻറ്റ് ചെയ്യുമ്പോൾ നമ്മളോട് ഇനി സാറേ എന്നാ പരിപാടി? അപ്പോൾ പറയും ഏതെങ്കിലും സെക്യൂരിറ്റി ജോലി ചെയ്യണം, അല്ലെങ്കിൽ മോളോ കൂടെ പോയി ചോദിക്കണം. ഇപ്പോൾ പല പരിപാടിയാണ്. പുസ്തകം എഴുതുക, ശകലങ്ങളായി ഇങ്ങനെ. അപ്പോൾ പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ശകലം ഈ പബ്ലിസിറ്റി വേണ്ട, മനോരമയിലൊക്കെ പരുതി കൊടുക്കുമ്പോൾ എത്ര ചിലവാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് അടിക്കും. എന്നിട്ട് ഈ പുസ്തകത്തിൻ്റെ പ്രസാധന ദിവസം ഞങ്ങളുടെ നാട്ടിലേക്ക് ഈ കരിങ്കുരങ്ങിൻ്റെ പ്രകടനമുണ്ട്. അത് കഴിഞ്ഞ് കരിങ്കുരങ്ങ് രസായനം ഫ്രണ്ടിൽ കൊണ്ടുവെക്കും വിൽക്കാൻ. അതാ ഈ കരിങ്കുരങ്ങ് കളി കാണുന്നവരൊക്കെ രസായനം കഴിച്ച് വിൽപ്പന നടക്കും. അപ്പോൾ പുസ്തക പ്രകാശം ഞാൻ ഓർക്കും. ഇതിപ്പം വേറൊരു ടെൻഡൻസി വന്നിരിക്കുക. പണ്ട് റിട്ടയർമെൻറ്റിനെ പറ്റി ഓർക്കുമ്പോൾ പലർക്കും വിഷമമാണ്. ഇപ്പം റിട്ടയർമെൻറ്റ് ഓർക്കുമ്പോൾ പലരും സന്തോഷം. എന്നാണെന്നറിയോ? അതിനുശേഷം അടിക്കാലോ. ഞാനിനി 6 വർഷവും 60 ദിവസം കാത്തിരിക്കുക. കാര്യം എനിക്ക് എന്നോട് പറയുന്ന ഒന്നും ആരും പറയാം. നിങ്ങൾ ആര് തന്നെ വിളിച്ചോ, ഞാൻ കെട്ടിട്ട് വീട്ടിൽ പോകും. ആർക്കും വിളിക്കാം, നിങ്ങൾ വിളിക്കരുത്. കാര്യം നിങ്ങൾ സർവീസിലുള്ളവരാ. ഇവന്മാർ വിളിച്ചാൽ ഞാൻ കേട്ടോണ്ടിരിക്കത്തുള്ളൂ. എന്നിട്ട് പറയും 6 വർഷവും 60 ദിവസം കഴിയുമ്പോൾ ഞാൻ തിരിച്ചു പറയും. ആകാൻ പാടില്ല. നമ്മൾ ഓർക്കേണ്ടത് നമ്മൾക്ക് ദൈവം തന്നിട്ടുള്ളൊരവസരമാണ് ഈ പദവിയും ഈ അധികാരവും ഒക്കെ. നിങ്ങൾ ഓർക്കുന്ന പോലെ നിങ്ങളെപ്പോലെയുള്ള കഴിവുള്ള പലരും ഈ പുറത്ത് ഓട്ടോറിക്ഷ ഓടിച്ച് കിടന്നവനും ഇതേ അവസരം കിട്ടിയിരുന്ന നിങ്ങളെപ്പോലെ പോലീസുകാരനും മനോജിനെ പോലെ SIയും ആകുമായിരുന്നു. എന്തിനു പറയാൻ, ഞാൻ IPS കിട്ടി ആദ്യം പോലീസ് ട്രെയിനിങ് കോളേജ് വന്നപ്പോൾ എനിക്ക് അന്ന് കാലത്ത് ഓർഡർലി ഉണ്ട്. എൻ്റെ ഷൂ ഒക്കെ നന്നാക്കുന്നു. ഒരുത്തെ ഷൂ നന്നാക്കുമ്പം ഞാനപ്പം കൊച്ചുപയ്യനല്ല, ഇങ്ങനെ നോക്ക്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവനോട് ചോദിച്ചു, സാറേ എന്നെ ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞു എനിക്ക് ഓർമ്മയില്ലല്ലോ. ആര്? സാറേ ഞാൻ സുധാകരന. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കൂടെ SP കോളേജിൽ ഡിഗ്രിക്ക് പഠിച്ചോ എൻ്റെ സെക്യൂരിറ്റി. ഞാൻ ചാടി സുധാകര എന്ന് പറഞ്ഞു കിട്ടി.